മംഗലപുരം ചെമ്പകമംഗലത്ത് വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച കേസിൽ ഒരാൾ പിടിയിൽ. ബൈക്ക് ഓടിച്ചിരുന്ന ഐലം സ്വദേശി വിഷ്ണുവിനെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ആദ്യം എവിടെ വരെ പോയിട്ടാ തിരിച്ചു വന്നത്? വണ്ടി അവിടെ വരെ വന്നായിരുന്നു. അവിടെ വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോയത്. ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. കടയ്ക്കാവൂരിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കി. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോട് കൂടിയായിരുന്നു ചെമ്പകമംഗലം അസംബ്ലി മുക്കിന് സമീപത്ത് വൃദ്ധയായ അംബികയുടെ 2 പവൻ വരുന്ന സ്വർണ്ണമാല കവർന്നത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് മാല കവർന്നത്. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അംബികയുടെ പിന്നാലെ എത്തിയാണ് മാല പൊട്ടിച്ചത്. ഇതിനായി ബൈക്കിലെത്തിയ സംഘം വളരെ നേരം വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. പരിസരത്ത് ആളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മാല പൊട്ടിച്ചത്. അംബിക പിന്നാലെ ഓടിയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്ന ബൈക്കിൽ കയറി പ്രതികൾ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. കിളിമാനൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതികൾ മാല പൊട്ടിക്കാനെത്തിയത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തു. ബൈക്ക് മോഷണത്തിന് കിളിമാനൂർ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതിയെ ഉടൻ പിടികൂടുമെന്ന് ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ പറഞ്ഞു. അതിൻ്റെ കൂടെയുള്ള പ്രതിയെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്യും. ഈ കേസ് കൂടാതെ തന്നെ കിളിമാനൂരിലെ മോഷണ കേസും ഇവർ തന്നെയാണ് ചെയ്തതെന്നും ബോധ്യം വന്നിട്ടുണ്ട്. ഇത് കൂടാതെയുള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നതാണ്. പിടിച്ചുപറി, മോഷണം, മയക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണുവെന്ന് പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.